السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ വലിയ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായം സൂറത്തുൽ ഹദീദിലെ 1 മുതൽ 18 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സദഖ ചെയ്യുകയും അള്ളാഹുവിന് ധാരാളമായി കടം നൽകുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ഇരട്ടിയായി പ്രതിഫലം നൽകും എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് നാം അവസാനിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത് എന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين آمنوا بالله ورسله أولئك هم الصديقون والشهداء عند ربهم لهم أجرهم ونورهم والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم. اعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء
വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന ആമനൂ ബില്ലാഹി വറസുലിഹി. വല്ലദീന ആമനു, ആമന യുഅ്മിനു ഈമാനൻ. വല്ലദീന ആമനു ബില്ലാഹി വറസുലിഹി. റസൂലിൻ്റെ ജംആണ് റുസുൽ. അള്ളാഹുവിലും അവൻ്റെ റസൂലുകളിലും വിശ്വസിക്കുന്നവർ. ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ, അവരാകുന്നു സിദ്ദീഖുകൾ. സദ്ദഖ യുസദ്ദിഖു തസ്ദീഖൻ, അസ്സാദിഖു വസ്സിദ്ദീഖു. അവരാകുന്നു സത്യപ്പെടുത്തുന്നവർ, സുദ്ദീഖുകൾ. അബൂബക്കർ അസ്സുദ്ദീഖ്, സത്യപ്പെടുത്തുക. അപ്പോൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവർ അവരാകുന്നു സുദ്ദീഖീങ്ങൾ. അതൊരു ദറജയാണ്. വശുഹദാഉ, ഷുഹദാക്കളാകട്ടെ, ഷഹീദിൻ്റെ ജംആണ് ഷുഹദാ, രക്തസാക്ഷികൾ. വശുഹദാഉ ഇൻദ റബ്ബിഹിം, ഷുഹദാക്കൾ അള്ളാഹുവിൻ്റെ അടുക്കലാകുന്നു. ലഹും, അവർക്കുണ്ട്, അജുറുഹും, അവരുടെ പ്രതിഫലം, വനൂറുഹും, അവരുടെ പ്രകാശവും. വല്ലദീന കഫറു, എന്നാൽ സത്യനിഷേധം കാണിച്ചവർ. കഫറ യക്ഫുറു കുഫ്റൻ വകദ്ദബു ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവർ. കദ്ദബ യുകദ്ദിബു തക്ദീബ. ഉലൈക, അക്കൂട്ടർ, അസ്ഹാബ്, ആളുകളാകുന്നു. സാഹിബിൻ്റെ ജംആണ് അസ്ഹാബ്. അവർ സാഹിബുകളാകുന്നു. എന്തിൻ്റെ? അൽ ജഹീം, ജഹീമിൻ്റെ. ജഹീം എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ ഒരു ഇസ്മാണ്. ഇസ്മുൻ മിൻ അസ്മാഇ അന്നാർ, അതാണ് ജഹീം. കത്തിയാളുന്നത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ജഹിമ എന്ന് പറഞ്ഞാൽ ജഹിമ ജഹ്മൻ വജഹമൻ. ജഹിമ എന്ന് പറഞ്ഞാൽ കത്തി ആളുക, വലിയ തീയുണ്ടാകുക. ജഹിമത്തിന്നാർ എന്ന് പറഞ്ഞാൽ അളുമത്ത് വ തഅജ്ജജത്, തീ കത്തിപ്പടരുന്നതിനാണ് ജഹിമ എന്ന് പറയുന്നത്. അപ്പോൾ ജഹീം എന്ന് പറഞ്ഞാൽ കത്തിപ്പടരുന്ന തീയുള്ള നരകം. നരകത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് നൽകപ്പെട്ട പേരാണ്. അപ്പോൾ അവർ നരകത്തിൻ്റെ ആളുകളാകുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ കൂട്ടത്തിലുള്ള ഉയർന്ന രണ്ട് ദറജകളെക്കുറിച്ചാണ് മനസ്സിലാക്കി തരുന്നത്. വല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ, അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവർ അവർ സിദ്ദീഖീങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കാറ്റഗറി, 4 ദറജയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് നബിമാരാണ്, മുർസലീങ്ങൾ. രണ്ടാമത്തത് നബിമാർ കഴിഞ്ഞാൽ ഉടനെ ഉള്ളത് സിദ്ദീഖീങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞാലുള്ളത് ശുഹദാക്കളാണ്. പിന്നെ അത് കഴിഞ്ഞാൽ സ്വാലിഹീങ്ങളാണ്. സൂറത്തു ആലു ഇമ്രാനിൽ, സൂറത്തു നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അപ്പോൾ വല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവർ. ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ, അവരാകുന്നു സിദ്ദീഖീങ്ങൾ, സത്യപ്പെടുത്തുന്നവർ. സത്യം പറയുന്നവർ, സത്യപ്പെടുത്തുന്നവർ. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തുക, സദ്ദഖ, സത്യപ്പെടുത്തുക. ഇത് വളരെ വലിയൊരു ദറജയാണ്. ഇവിടെ ധാരാളമായി സത്യപ്പെടുത്തുന്ന ആൾക്കാണ് സിദ്ദീഖ് എന്ന് പറയാം. ധാരാളമായി, മുബാലഗത്തിൻ്റെ വസനാണ്, ധാരാളമായി സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകൻ പറഞ്ഞതാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അല്പം പോലും താമസം കാണിക്കാതെ അതിൻ്റെ മുഴുവൻ വശങ്ങളിലും വിശ്വസിക്കുന്ന ആൾക്കാണ് സിദ്ദീഖ് എന്ന് പറയുന്നത്. അത് വളരെ ലളിതമായി മനസ്സിലാക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ പേര് ലഭിച്ചത് അങ്ങനൊരു സാഹചര്യത്തിലാണ്.
ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്ന് ഞാൻ ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്കും പിന്നെ അവിടെ നിന്ന് ആകാശത്തേക്കും പോയി എന്ന് പറഞ്ഞപ്പോൾ അവരാരും വിശ്വസിച്ചില്ല. കാരണം ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവാൻ തന്നെ, ഷാമിലേക്ക് പോവാൻ തന്നെ മക്കയിൽ നിന്ന് 1 മാസത്തെ വഴിദൂരമുണ്ട്, പിന്നെ തിരിച്ചു വരാൻ 1 മാസവും. അപ്പോൾ ഇത്രയും ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു രാത്രി കൊണ്ട് പോയി വരിക എന്നത് തന്നെ അസംഭവ്യമാണ്. പിന്നെയാണല്ലോ 7 ആകാശം. അപ്പോൾ അവർ പറഞ്ഞു ഇന്നക ലമജ്നൂൻ, ഭ്രാന്തനാണെന്ന് പറഞ്ഞു. മാത്രമല്ല ചില വിശ്വാസികളുടെ മനസ്സിലവർ ഇഷ്കാലുണ്ടാക്കി. കാരണം ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാൾ, അങ്ങനെ ഒരാളിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? എന്നിട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് അവിടെ അല്ല, ഒരു കച്ചവട യാത്രയിലോ മറ്റോ ആയിരുന്നു. അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത് വരെ കാത്തിരുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം വരുന്ന മക്കയിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ വഴികളിൽ അവർ പോയി നിന്നു. കാരണം ഇത് നല്ലൊരവസരമാണ്. കാരണം ഇങ്ങനൊരു വാർത്ത പറഞ്ഞാൽ ആരും നബിയെ അംഗീകരിക്കൂല എന്നായിരുന്നു അവർ വിചാരിച്ചത്. അങ്ങനെ അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വിഷയം പറഞ്ഞു, നിൻ്റെ കൂട്ടുകാരൻ പറയുന്നത് കേട്ടില്ലേ? അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഇങ്ങനെയാണ്, ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ? അവഖാല ദാലിക്, മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ? അതറിഞ്ഞാൽ മതി. അവർ പറഞ്ഞു അതെ. എങ്കിൽ സദ്ദഖ്തുഹു, ഞാൻ അതിനെ സത്യപ്പെടുത്തുന്നു. മാത്രമല്ല ഇതിനേക്കാൾ വലുത് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അവരോട് പറഞ്ഞത്. ആകാശലോകത്തുനിന്ന് മലക്ക് വരുന്നുണ്ടെന്നും ആ മലക്കാണ് മുഹമ്മദ് നബിക്ക് ഇതൊക്കെ ഓതി കൊടുക്കുന്നത് എന്നും വിശ്വസിക്കുന്ന എനിക്ക് മുഹമ്മദ് നബി തിരിച്ച് അങ്ങോട്ട് ആകാശത്തേക്ക് പോയി എന്നുള്ളത് ഒരു വിഷയമേ അല്ല, ഞാനത് അംഗീകരിക്കുന്നു, ഒരു സംശയവുമില്ലാതെ വിശ്വസിക്കും. അതിനാണ് അസ്സുദ്ദീഖ് എന്ന് പറയുന്നത്. ഇങ്ങനെ സംശയരഹിതമായി വിശ്വസിച്ചവർക്കെല്ലാം ഈ പേരുണ്ട് എന്നാണ്, സിദ്ദീഖുകളാണവർ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബൂ വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹി ഉലൈക ഹുമുസ് സ്വാദിഖൂൻ. ഉലൈക ഹുമു അസ്വാദിഖൂൻ, അവരാണ് സ്വാദിഖീൻ, സത്യസന്ധമായി ഈമാൻ പറഞ്ഞവരാണവർ. അപ്പോൾ അള്ളാഹുവും റസൂലും എന്താണോ കൊണ്ടുവന്നത് സംശയരഹിതമായി അതിൽ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ ശരിയായ വിശ്വാസിയായിത്തീരുന്നത്. ശരിയായ സത്യം പറയുന്ന, ശരിയായ നിലക്ക് സത്യപ്പെടുത്തിയവർ അവരാണ്. ആമന എന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ അത്തസ്ദീഖ് എന്നാണ്, സത്യപ്പെടുത്തുക എന്നാണ്. ഭാഷാപരമായി അതിൻ്റെ അർത്ഥം സത്യപ്പെടുത്തുക, ഒരാളെ വിശ്വസിക്കുക, അതാണ് അയാളെ സത്യപ്പെടുത്തലാണത്. ശക്ക് ഉണ്ടാവാൻ പാടില്ല, സംശയം ഉണ്ടാവാൻ പാടില്ല. സംശയമുണ്ടെങ്കിൽ അത് ഈമാനിനെതിരാണ്. സംശയമുള്ള ഈമാൻ അള്ളാഹു സ്വീകരിക്കുകയില്ല. സംശയരഹിതമായ ഈമാനാണ് സ്വീകരിക്കുക. അതുകൊണ്ട് സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആർക്കും എത്തിപ്പെടാൻ പറ്റാത്തൊരു പദവിയാണെന്ന് കരുതണ്ട. മറിച്ച് സത്യസന്ധമായി പ്രവാചകനെ സത്യപ്പെടുത്തുകയും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്താൽ അവർക്ക് സിദ്ദീഖീങ്ങളുടെ പദവിയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ വ്യക്തമാക്കി തരുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇമാം മുസ്ലിം അവരുദ്ധരിക്കുന്നൊരു ഹദീസിൽ കാണാം, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇന്ന അഹ്ലൽ ജന്ന, സ്വർഗത്തിലെ ആളുകൾ ലയതറാഔന അഹ്ലൽ ഗുറഫി മിൻ ഫൗഖിഹിം, അവരുടെ മേലെ വലിയ പദവി ലഭിച്ച ആളുകളെ ഇങ്ങനെ മേലോട്ട് നോക്കിയിട്ട് അവരുടെ റൂമുകളിൽ അവരെ കാണാൻ പറ്റുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇവർ താഴെയാണ്, എന്നാൽ മേലെ സ്വർഗത്തിൻ്റെ ഉയർന്ന ദർജയിൽ അവരെ കാണാൻ പറ്റും. ഒരു റിവായത്തിലുള്ളത് അല്ല, ഈ റിവായത്തിൽ തന്നെ കാണാം, കമാ തതറാഔനൽ കൗകബദ്ദുർരിയൽ ഗാബിറ ഫിൽ ഉഫഖി മിനൽ മശ്രിഖി അവൽ മഗ്രിബ്. മശ്രിഖിലോ മഗ്രിബിലോ നിങ്ങൾ നക്ഷത്രങ്ങളെ കാണുന്നില്ലേ, അതേപോലെ സ്വർഗത്തിലെ ഒരു ദർജയിലുള്ളവർ സ്വർഗത്തിലെ അതിനേക്കാൾ ഉയർന്ന ദർജയിലുള്ളവരെ ഭൂമിയിൽ നിന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണുന്നത് പോലെ നോക്കിക്കാണാം. അത്രക്ക് ദൂരം, അത്രക്ക് ഉയരത്തിലായിരിക്കും അവർ. ലി തഫാദുലി മാ ബൈനഹും, അവർക്കിടയിലുള്ള തഫാദുല് കൊണ്ട്, പരസ്പര ശ്രേഷ്ഠത കൊണ്ട് എന്നാണ്. ചിലർ മറ്റു ചിലരേക്കാൾ മേലെയായിരിക്കും, ഒരു സംശയവും വേണ്ട. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഖാലു യാ റസൂലല്ലാഹ് തിൽക മനാസിലുൽ അംബിയ,
ലാ യബ്ലുഗുഹാ ഗൈറുഹും. നബിയെ അത് അമ്പിയാക്കളുടെ വീടുകളായിരിക്കും, അവരുടെ ദറജകളായിരിക്കും, അവിടേക്ക് വേറെ ആർക്കും എത്തിപ്പെടാൻ പറ്റില്ല, അത് നബിമാർക്കുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല, അല്ല, വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ഏതൊരു റബ്ബിൻ്റെ കൈകളിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം. റിജാലുൻ ആമനൂ ബില്ലാഹി വസദ്ദഖുൽ മുർസലീൻ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും മുർസലീങ്ങളെ സത്യപ്പെടുത്തുകയും ചെയ്തവരാരോ അവർക്കൊക്കെ ആ ദറജയുണ്ടാകുന്നു. അപ്പോൾ അചഞ്ചലമായ അള്ളാഹുവിലുള്ള വിശ്വാസം. രണ്ടാമത്തത്, അമ്പിയാക്കൾ പറയുന്നതിനെ അങ്ങനെ തന്നെ സത്യപ്പെടുത്തൽ. ഈ ദറജയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. നമുക്കിന്ന് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊരു ഹദീസ് കേട്ടാൽ ആ ഹദീസ് സ്വഹീഹാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുഖം ചുളിക്കാതെ അത് സ്വീകരിക്കുന്ന ആളുകൾ എത്രയുണ്ട് സമൂഹത്തിൽ? വളരെ കുറച്ചേ ഉള്ളൂ. ചില ആളുകൾ പറയും അത് അക്കാലത്ത് അറബികളോട് പറഞ്ഞതാണ്, കാരണം അവനത് സ്വീകരിക്കാൻ സൗകര്യമില്ല. അത് അക്കാലത്ത് അറബികളോട് പറഞ്ഞതാണ്, അത് അന്ന് ബാധകമാണ്, അത് നബിക്ക് മാത്രം ഖാസാണ്, അത് സഹാബികളോട് പറഞ്ഞതാണ്. അതിൽ ഖുർആനിനെതിരായ ചിലതുണ്ട്, അതിൽ യുക്തിക്കെതിരായ ചിലതുണ്ട്. ഇങ്ങനെ ഓരോ ന്യായം പറഞ്ഞിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ മനസ്സിന് പ്രയാസം. അവർക്കൊരിക്കലും ഈ ദറജയിലെത്താനേ കഴിയില്ല. അപ്പോൾ സദ്ദഖുൽ മുർസലീൻ എന്ന് പറഞ്ഞ് മുർസലീങ്ങളെ സത്യപ്പെടുത്തണം, അല്ലാതെ അവനവൻ്റെ യുക്തിയിലും ബുദ്ധിയിലും മൂശയിലിട്ട് വാർത്തെടുത്ത് ആലോചിച്ച് ചിന്തിച്ച് അങ്ങനെയാണ്. ഒരു പോയത്തക്കാരൻ പറഞ്ഞത്, സംസം വെള്ളം അത് അംഗീകരിക്കാൻ പറ്റൂല, ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ മഹത്വം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ തേന് ടെസ്റ്റ് ചെയ്ത് തെളിഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ റസൂല് പറഞ്ഞിട്ട് വിശ്വസിക്കല്ല മൂപ്പര്, പിന്നെ ലബോറട്ടറിയിൽ പരിശോധിച്ച് തെളിഞ്ഞതുകൊണ്ട് വിശ്വസിക്കുകയാണ്. അപ്പം നബി അല്ല വിശ്വാസം, ഈ വഹിയില്ലാത്ത ആളുകളെയാണ് വിശ്വാസം. അപ്പോൾ അതാണ്, അത്തരം ആളുകൾക്ക് എത്താൻ പറ്റുന്ന ദറജയല്ല ഇത്. മറിച്ചൊരു ഹദീസ് സ്വഹീഹാണെങ്കിൽ, അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. നബി അങ്ങനെ പറഞ്ഞോ? കാരണം അത് സ്ഥിരപ്പെടണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നബി പറഞ്ഞതാണോ എന്നാദ്യം പരിശോധിക്കണം. പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടോ സ്വഹീഹാണോ എങ്കിൽ പിന്നെ സംശയരഹിതമായി വിശ്വസിക്കണം. ഈ ദറജയിലെത്തിയ ആളുകൾക്കാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ളത്. അവരാകുന്നു ഈ പറയപ്പെട്ട സുദ്ദീഖീങ്ങൾ. അതുകൊണ്ട് വല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ഉലൈക ഹുമുസ് സുദ്ദീഖൂൻ. ആരും ധരിക്കരുതെന്ത്, ഞങ്ങളൊക്കെ അല്ലാഹുവും റസൂലും വിശ്വസിക്കുന്നവരാണല്ലോ. അല്ല, അവിടെ നമ്മൾ ആത്മപരിശോധന നടത്തണം. പ്രവാചകൻ്റെ ഹദീസുകളോടുള്ള നമ്മുടെ സമീപനം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്ന വാർത്തകളെ സ്വീകരിക്കുന്നതിൽ നമ്മുടെ സമീപനം എന്താണ്? അത് അമലാക്കുന്നതിൽ നമ്മുടെ സമീപനം എന്താണ്? കാരണം ഇത് ശുഹദാക്കളേക്കാൾ മേലെയുള്ള ദറജയാണ്, അത് ചില്ലറ ദറജയല്ല. ശുഹദാക്കളേക്കാൾ മേലെയാണ് സിദ്ദീഖീങ്ങൾ. അത് കഴിഞ്ഞിട്ടേ ശുഹദാക്കളുള്ളൂ. അപ്പോൾ പിന്നെ അവിടേക്കെത്തണമെങ്കിൽ അത്രയും പെർഫെക്ഷൻ ഉണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അത്തരം ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ പറയുന്നത് വശുഹദാഉ, ശുഹദാക്കൾ. ഇത് ആദ്യം പറഞ്ഞ വേർഡ് കഴിഞ്ഞു. അതാണ് പ്രബലമായ തഫ്സീറുകളിൽ ഒക്കെ വന്നിട്ടുള്ള അഭിപ്രായം അതാണ്. വല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ഉലൈക ഹുമുസ് സുദ്ദീഖൂന വശുഹദാ. അങ്ങനെയല്ല, അവർ തന്നെയാണ് സിദ്ദീഖീങ്ങളും അവർ തന്നെയാണ് ശുഹദാക്കളും എന്ന അർത്ഥമല്ല. മറിച്ച് ഉലൈക ഹുമുസ് സുദ്ദീഖൂൻ, അവിടെ ആ സെൻറ്റൻസ് കഴിഞ്ഞു. വശുഹദാഉ റഫ്ഉ ചെയ്തുകൊണ്ട് പറഞ്ഞു വശുഹദാഉ. എന്നാൽ ശുഹദാക്കളാകട്ടെ അഥവാ ഷഹീദുകൾ, അത് മറ്റൊരു ദറജയാണ്. അവരും ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അടുക്കലാണ്, അവരുടെ റബ്ബിൻ്റെ അടുക്കലാണ്. ലഹും അജുറുഹും വനൂറുഹും, അവർക്ക് അവരുടേതായ പ്രതിഫലവും അവരുടേതായ പ്രകാശവുമുണ്ട്. എന്താണ് ഇവിടെ അവർ അള്ളാഹുവിൻ്റെ അടുക്കലാണ് എന്ന് പ്രത്യേകം ഇവിടെ പറയാനുള്ള കാരണം? പരിശുദ്ധ ഖുർആനിൽ കാണാം, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ മരിച്ചവരാണെന്ന് നിങ്ങൾ കരുതരുത്. മറിച്ച് ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിപ്പുണ്ട്. എവിടെ? ഇൻദ റബ്ബിഹിം, അള്ളാഹുവിൻ്റെ അടുക്കൽ. യുർസഖൂൻ,
അവർക്ക് റിസ്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ? ഫിൽ ജന്ന, സ്വർഗത്തിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന അർവാഹ ശുഹദാ, ശുഹദാക്കളുടെ ആത്മാക്കൾ ഫി ഹവാസിലി തൈരിൻ ഖുദരിൻ തസ്റഹു ഫിൽ ജന്ന ഹൈസു ശാ, ഒരു പച്ച നിറത്തിലുള്ള പക്ഷിയുടെ ശരീരത്തിൽ ഈ ആത്മാവിനെ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ്. പച്ച നിറമുള്ള പക്ഷികൾ, ഈ പക്ഷികളുടെ ശരീരത്തിൽ ആത്മാവാരുടേതാണ്? മനുഷ്യരുടെ ആത്മാവാണ്, ശുഹദാക്കളുടെ ആത്മാവാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. തസ്റഹു ഫിൽ ജന്നതി ഹൈസു ശാഅത്, സ്വർഗത്തിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് പാറിക്കളിക്കുകയാണ് അവർ. അൽഹംദുലില്ലാഹ്. സുമ്മ തഅ്വീ ഇലാ തിൽക്കൽ ഖനാദീൽ, എന്നിട്ട് സ്വർഗത്തിൽ ഒരു പ്രത്യേക ഖനാദീലുകളുണ്ട്, അഥവാ ചെറിയ ചെറിയ കൂടുകളുണ്ട്, മനോഹരമായ കൂടുകൾ. ആ കൂട്ടിലേക്ക് അവർ തിരിച്ചു വരുന്നു. അല്ലാഹു അക്ബർ. ഫത്തലഅ അലൈഹിം റബ്ബുക ഇത്തിലാഅതൻ ഫഖാല മാദാ തുരീദൂൻ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് അവരോട് ചോദിക്കും, എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും വേണമോ എന്ന് ചോദിക്കും അവരോട്. ഫഖാലു, അപ്പോൾ അവർ പറയും, നുഹിബ്ബു അൻ തറുദ്ദന ഇലദ്ദാരി ദുനിയാ ഫനുഖാതില ഫീക ഫനഖ്തുല കമാ ഖുതിൽനാ അവ്വല മറ, അല്ലാഹുവേ ഒരിക്കൽ കൂടി ഭൂമിയിലേക്ക് പറഞ്ഞയക്കണം, എന്നിട്ട് ഞങ്ങൾക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണം, എന്നിട്ട് ഞങ്ങളിപ്പോൾ കൊല്ലപ്പെട്ടതുപോലെ ഇനിയും കൊല്ലപ്പെടണം. നോക്കൂ നിങ്ങൾ അവരാഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇനിയും, കാരണം ശുഹദാക്കൾക്ക് കിട്ടുന്ന ആ പ്രതിഫലം കണ്ടിട്ട് അത് ഇരട്ടിയായി കിട്ടാൻ വേണ്ടി പറയാം. ഫഖാല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇന്നി ഖദൈതു അന്നഹും ഇലൈഹാ ലാ യർജിഊൻ, അവർ ഭൂമിയിലേക്ക് ഇനി ഒരു റിപ്പീറ്റേഷൻ ഇല്ലയെന്ന് ഞാൻ ഖളാ ആക്കി കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഖളായിൽ മാറ്റല്ല, അതുകൊണ്ട് ഇനിയൊരു തിരിച്ചുപോക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നു. അപ്പോൾ ശുഹദാക്കൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷികളുടെ ശരീരത്തിൽ അവരുടെ അർവാഹുകളുണ്ട്, അവർ സ്വർഗത്തിൽ ഇഷ്ടം പോലെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുകൊണ്ടാണ് ആ ദറജ സ്പെഷ്യൽ ദറജയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത ആളുകൾക്ക് മാത്രം സ്വർഗത്തിൽ 100 ദറജയുണ്ട് എന്നാണ്. അവർക്ക് മാത്രം സ്വർഗത്തിൽ 100 ദറജ ഉണ്ട്. ശുഹദാക്കൾക്ക് തന്നെ അവരുടെ വ്യത്യസ്ത പദവി അനുസരിച്ച് 100 ദറജകളുണ്ട്. അപ്പോൾ ഈ ശുഹദാക്കളുടെ മേലെയാണ് സിദ്ദീഖീങ്ങൾ. ശ്രദ്ധിക്കുക. അപ്പോൾ അവർക്ക് ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ അതിനേക്കാൾ വമ്പിച്ചതായ ഫളലുകളുണ്ടാകും, വമ്പിച്ച ഫളലുകളുണ്ടാകും. ആ ഫളലിലേക്ക് ഒരാളെ എത്തിക്കും റമളാനിലെ നോമ്പ്, അദ്കാറുകൾ, നമസ്കാരം. ഒരാൾക്ക് കൂടുതൽ സിയാദത്തുണ്ടെങ്കിൽ ചില സന്ദർഭത്തിൽ ഷഹീദിനെ അവർ മറികടക്കുന്ന. ഒരു സഹാബി പറയുകയാണ്, സഹീഹായ ഹദീസിൽ വന്നതാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 2 ആളുകൾ വന്നു, വൈഫുകളായി ഇസ്ലാം സ്വീകരിച്ച് വന്നതാണ്. അങ്ങനെ അതിൽ ഒരാൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഉഹദ് യുദ്ധത്തിലോ മറ്റോ അദ്ദേഹം കൊല്ലപ്പെട്ടു, ഷഹീദായി. രണ്ടാമത്തെ വ്യക്തി 1 വർഷത്തിന് ശേഷം സ്വാഭാവികമായ മരണം വരിച്ചു, സാധാരണ മരണം. പിന്നീട് ഈ സ്വഹാബി സ്വപ്നം കാണുകയാണ്, രണ്ടാമത് മരണപ്പെട്ട സ്വാഭാവിക മരണം വരിച്ച ആൾ ഈ ഷഹീദായ ആളേക്കാൾ സ്വർഗത്തിൽ മുൻപന്തിയിലാണ്. അപ്പോൾ അവർക്ക് ഇഷ്കാലായി, കാരണം ശുഹദാക്കൾക്ക് ലഭിക്കുന്ന പ്രതിഫലമൊക്കെ അവർ കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്ങനെ സംഭവിച്ചു? പ്രത്യേകിച്ചും പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ സ്വഹാബികൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് വഹീൻ്റെ പിൻബലമുണ്ട്. അപ്പോൾ ഈ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്നു, കഴിഞ്ഞ വർഷം ഷഹീദായ ആളേക്കാൾ ഈ വർഷം സാധാരണ നിലക്ക് മരിച്ച ആളാണ് സ്വർഗത്തിൽ ദർജയിൽ കൂടുതലുള്ളത്. അതെന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് തന്നെ പറഞ്ഞത്, എന്തിനാണ് അതിൽ അത്ഭുതപ്പെടുന്നത്? ആ വ്യക്തി ഷഹീദായതിനു ശേഷം ഇദ്ദേഹം 1 വർഷമാണോ അതല്ല അതിൽ കൂടുതൽ വർഷമാണോ എന്നുള്ളത് സംശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അദ്ദേഹം റമളാനിൽ ഇത്ര നോമ്പ് നോറ്റില്ലേ? നോറ്റു. ഇത്ര ദിക്റുകൾ വർദ്ധിപ്പിച്ചില്ലേ? അതെ.
അപ്പോൾ ഈ ഒരു വർഷത്തിനിടക്ക് ആദ്യം മരിച്ചു പോയ ആളേക്കാൾ എത്ര ദിക്റുകൾ ചൊല്ലി, എത്ര നോമ്പ് നോറ്റു, എത്ര നമസ്കരിച്ചു, അത് അയാളുടെ ദർജയിൽ വർധനവുണ്ടാക്കിയെന്നാണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിസാബൊക്കെ വളരെ കൃത്യമായിരിക്കും. ഒന്നും വെറുതെ ആവൂല. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്, മിസ്ഖാൽ ദർറത്ത് ഖൈറുള്ളവർക്ക് അതിൻ്റെ പദവി അള്ളാഹു കുറയ്ക്കൂല. അതുകൊണ്ട് തന്നെ ഇഹ്സാൻ ധാരാളമായി വർദ്ധിപ്പിച്ചാൽ ഇൻഷാ അള്ളാഹ് ഉയർന്ന ദറജയിലെത്താൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു. അയ്യുന്നാസി അഫ്ളൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ആർക്കാണോ ദീർഘായുസ് നൽകപ്പെടുന്നത്, മാത്രമല്ല അമലുകൾ നന്നാക്കി തീർക്കുന്നതും. ആയുസ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, ആ ആയുസ് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഒരാൾ ഉപയോഗപ്പെടുത്തിയാൽ ഇൻഷാ അള്ളാഹ് സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന ദറജയായിരിക്കും, അഫ്ളലായിരിക്കും, ഏറ്റവും ശ്രേഷ്ഠമായ ദറജയായിരിക്കും. കാരണം ഓരോ ദിക്റുകൾക്കും ദുആകൾക്കും അത്രയും പ്രതിഫലമുണ്ട്. പ്രത്യേകിച്ച് ദിക്റുകൾ, അദ്കാറുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കുന്നുണ്ട് സഹാബത്തിനോട്, സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാളും യുദ്ധമുഖത്ത് ശത്രുക്കളെ കണ്ടുമുട്ടി നിങ്ങൾ അവരെയും അവർ നിങ്ങളെയും കൊല്ലുന്ന ഷഹീദാവുന്ന അവസ്ഥയേക്കാളും ശ്രേഷ്ഠമായത് പറഞ്ഞു തരട്ടെയോ? അപ്പോൾ സഹാബത്ത് ചോദിച്ചു, അവർക്ക് അത്ഭുതം, സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം, എന്തിനേറെ യുദ്ധത്തിൽ പങ്കെടുത്ത് കൊല്ലപ്പെടുന്നതിനേക്കാൾ ശ്രേഷ്ഠത. അവർ പറഞ്ഞു ബല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കലാണ്, ദിക്ർ വർദ്ധിപ്പിക്കലാണ്. ദിക്ർ വർദ്ധിപ്പിക്കുന്നത് ഭയങ്കര ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. ശുഹദാക്കളെ മറികടക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ശുഹദാക്കൾക്ക് ഇത്രയും വലിയ പ്രതിഫലമുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് സിദ്ദീഖീങ്ങൾക്ക് അതിനേക്കാൾ കൂടുതലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ആളുകളിൽ ഉൾപ്പെടാൻ, ഒന്നെങ്കിൽ സിദ്ദീഖീങ്ങളിൽ, അല്ലെങ്കിൽ ശുഹദാക്കളിൽ, അല്ലെങ്കിൽ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അവരിലെത്താൻ വമൻ യുതിഇല്ലാഹ വറസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക, സംശയരഹിതമായി വിശ്വസിക്കുക. എന്നാൽ വല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിന, നേരെ ഓപ്പോസിറ്റ്. വല്ലദീന കഫറു, അവർ തസ്ദീഖാണെങ്കിൽ ഇവരെന്താ ചെയ്യുന്നത്? കുഫറാണ്. തക്ഫീറല്ല, കുഫറാണ്, സത്യനിഷേധം കാണിക്കുക. അതേപോലെ തന്നെ തക്ദീബാണ്, കളവാക്കലാണ്. വകദ്ദബൂ ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും അതിനെ കളവാക്കുകയും ചെയ്യുക. അങ്ങനെയുള്ളവർ ഉലൈക അസ്ഹാബുൽ ജഹീം, അവർ കത്തിയാളുന്ന നരകത്തിൻ്റെ ആളുകളാകുന്നു. ഉലൈക അസ്ഹാബുൽ ജഹീം. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇഅലമു, മനുഷ്യരെ നിങ്ങൾ അറിയണം. അലിമ യഅലമു ഇൽമൻ, ഇഅലമു അന്നമൽ ഹയാത്തുദ്ദുനിയ, ഈ ഐഹിക ജീവിതമെന്നത് ലഇബുൻ, കളിയാണ്, വലഹ്വുൻ, വിനോദമാണ്. ലഇബ യൽഅബു ലഇബൻ, കളി. ലഹാ യൽഹു ലഹുവൻ, ലഹാ യൽഹു ലഹുവൻ. ലഹു എന്ന് പറഞ്ഞാൽ വിനോദം. ലഇബ് കളി, ലഹുവു വിനോദം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ലഇബ് അധികവും ശരീരം കൊണ്ടാണ്, ലഹുവിന് ശരീരം ഇടപെടണമെന്നില്ല. മനസ്സിൽ സന്തോഷം ഉണ്ടാകുന്ന ഏത് കാര്യവും ലഹുവാണ്. ശരീരം കൂടി വരുമ്പോഴാണ് അത് ലഇബാവുന്നത്. അപ്പോൾ ഒരാൾ മൊബൈൽ ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ അവിടെ ലഇബില്ല, യഥാർത്ഥത്തിൽ ലഹുവാണ്. കാരണം മനസ്സുകൊണ്ടുള്ള വിനോദം മാത്രമേ അവിടെ ഉള്ളൂ, ശരീരം അനങ്ങാതെ നിൽക്കുകയാണ്. ശരീരം കൂടി ആകുമ്പോൾ അത് ലഇബാണ്. അപ്പം മനുഷ്യന് രണ്ട് തരം ആസ്വാദനങ്ങളുണ്ട്. ഒന്ന് കളികൾ, ശരീരം ഉപയോഗിച്ചുകൊണ്ടുള്ള കളികൾ. മറ്റൊന്ന് ലഹുവ്, ശരീരം ഇടപെട്ടിട്ടില്ലെങ്കിലും മനസ്സിന് ആനന്ദം തോന്നുന്ന കാര്യങ്ങളൊക്കെ. ജീവിതമെന്ന് പറയുന്നത് അതാണ്. അതേപോലെ തന്നെ വതഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിൽ ഫഖ്ർ നടിക്കലാണ്. തഫാഖറ എന്ന് പറഞ്ഞാൽ പരസ്പരം ഫഖ്ർ നടിക്കുക. തഫാഖറ യതഫാഖറു തഫാഖുറൻ, പരസ്പരം പെരുമ നടിക്കൽ, ഫഖ്ർ നടിക്കൽ. വതകാസുറുൻ,
അതേപോലെ തന്നെ വർധനവ് കാണിക്കൽ, തക്കാസറ യതകാസറു തകാസുറൻ, വർധനവ് കാണിക്കൽ, ഫിൽ അംവാലി സമ്പത്തിൽ, വൽ ഔലാദ് സന്താനങ്ങളിലും. മാലിൻ്റെ ജംആണ് അംവാൽ, വലതിൻ്റെ ജംആണ് ഔലാദ്. സ്വത്തിലും സന്താനങ്ങളിലും വർധനവ് കാണിക്കുക, പരസ്പരം പെരുമ നടിക്കുക, കളിയും വിനോദവും, ഇതൊക്കെയാണ് ഈ ഐഹിക ജീവിതത്തിൽ ഉള്ളത്. കമസലി ഗൈസിൻ, ഏതുപോലെ? ഒരു മഴ പോലെ. കമസലി ഗൈസിൻ, ഒരു മഴയെ പോലെ. അഅജബൽ കുഫാറ, അഅജബ അത്ഭുതപ്പെടുത്തി. അഅജബ യുഅജിബു ഇഅജാബൻ, അത്ഭുതപ്പെടുത്തുക, ആശ്ചര്യപ്പെടുത്തുക. അൽ കുഫാറ ആരെ? കർഷകരെ. കാഫിർ എന്ന് പറഞ്ഞാൽ ശരിക്കും കഫറ എന്ന വേർഡിൻ്റെ അർത്ഥം മറച്ചു വെക്കുക എന്നാണ്. കഫറ യക്ഫുറു കുഫറൻ. അപ്പോൾ കുഫാർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധികളാണ്, അതേപോലെ തന്നെ സത്യത്തെ മൂടി വെക്കുന്നവരാണ്. അപ്പോൾ മൂടി വെക്കുക, കഫറ. കർഷകന് അറബി ഭാഷയിൽ ആ വേർഡ് ഉപയോഗിക്കും. എന്തുകൊണ്ട്? അയാൾ ഭൂമിക്കടിയിൽ വിത്തിനെ മൂടി വെക്കുന്നു, മണ്ണ് മാന്തിയിട്ട് അതിൽ വിത്തിനിട്ട് മൂടുക. അപ്പോൾ ഹക്കുണ്ട്, പക്ഷേ അതിനെ മൂടലാണെന്ത്? കുഫർ. കുഫർ എന്ന് പറഞ്ഞാൽ സത്യം മനസ്സിലാക്കി അതിനെ നിഷേധിക്കലാണ്. കാരണം അള്ളാഹു അവതരിപ്പിച്ച കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല ആർക്കും. അതുകൊണ്ടാണ് പ്രവാചകന്മാർ ചോദിച്ചത്, ഖാലത്തു റസുലുഹും അഫില്ലാഹി ശക്കുൻ ഫാത്തിരി സമാവാതി വല്ലർ, ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുൽ വല്ല സംശയമോ? ഒരു സംശയവുമില്ല. ഫിർഔൻ പോലും വജഹദൂ ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസുഹും, ഫിർഔൻ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു, പക്ഷെ മനസ്സ് പറയണെന്ത്? യഖീനോടുകൂടി പറയണം ഇതാണ് ഹക്ക്. വസ്തൈഖനത്ഹാ അൻഫുസുഹും ദുൽമൻ വഉലുവ, ദുൽമ് കാണിച്ചുകൊണ്ടും മേൽക്കോയ്മ കാണിക്കാൻ വേണ്ടിയും മനസ്സ് അംഗീകരിച്ചിട്ടും പറയാണ് ഇത് മാജിക്കാണെന്ന്. അത് മാജിക്കല്ല എന്ന് സാഹിറന്മാരൊക്കെ പറഞ്ഞത് ഫിറൗന് മനസ്സിലായി, അത് ശരിയാണ്. പക്ഷേ വസ്തൈഖനത്ഹാ അൻഫുസുഹും ദുൽമൻ വഉലുവ, അവർ അറിഞ്ഞുകൊണ്ടാണ് അതിനെ ജഹദ് കാണിച്ചത്. അതുകൊണ്ടാണ് കഫറ എന്ന വേർഡ് സത്യനിഷേധത്തിന് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം അറിഞ്ഞു മൂടി വെക്കലാണത്, വിത്തറിഞ്ഞുകൊണ്ടാണ് വിത്തിനെ മൂടുന്നത് എന്നതുപോലെ. അപ്പോൾ ഇവിടെ കുഫാർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആരാണ്? കർഷകരാണ്. സത്യനിഷേധികളെ അത്ഭുതപ്പെടുത്തി എന്നല്ല, മറിച്ച് കർഷകരെ അത്ഭുതപ്പെടുത്തി. എന്തത്ഭുതപ്പെടുത്തി? നബാത്തുഹു, അതിൻ്റെ നബാത്ത്. നബാത്ത് എന്ന് പറഞ്ഞാൽ ചെടികൾ, പുല്ല്, അതേപോലെയുള്ള കാര്യങ്ങൾ. ആ മഴയിലൂടെ ഉണ്ടായത്, അല്ലെങ്കിൽ ഭൂമിയിലെ നബാത്ത്, അല്ലെങ്കിൽ കർഷകർ മൂടി വെച്ച ആ വിത്തിൽ നിന്നുണ്ടായ നബാത്ത്. നബാത്തുഹു. സുമ്മ യഹീജു, ഹാജ യഹീജു ഹൈജൻ വഹൈജാനൻ വഹിയാജ. ഹാജ എന്ന് പറഞ്ഞാൽ മഞ്ഞ നുരുമ്പിച്ചു വരിക, ദുർബലമായി വരിക, ഉണങ്ങി വരിക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഹാജ യഹീജു ഹൈജൻ. സുമ്മ യഹീജു, അങ്ങനെ നല്ല പച്ചപ്പ് വന്നതിന് ശേഷം പിന്നെ മെല്ലെ ഉണക്കം സംഭവിക്കുന്നു. ഹാജ യഹീജു എന്ന് പറഞ്ഞാൽ ഉണങ്ങിപ്പോവുക. ഫതറാഹു മുസ്ഫറൻ, അങ്ങനെ നിങ്ങൾക്കതിനെ മഞ്ഞ നിറമായി കാണാം. അത്രയും നേരം പച്ചയായിരുന്നു. ഫതറാഹു മുസ്ഫറൻ, ഇസ്ഫറ യസ്ഫറു ഇസ്ഫിറാറൻ. ഇസ്ഫറ എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമാവുക, ഇസ്ഫറ എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമാവുക, മുസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമുള്ളത്. അപ്പോൾ പച്ചയിൽ നിന്ന് പിന്നെ മെല്ലെ ഉണങ്ങി ഫതറാഹു മുസ്ഫറൻ, അതിനെ മഞ്ഞ നിറമുള്ളതായി കാണാം. സുമ്മ യകൂനു ഹുതാമ, പിന്നീട് ഹുതാമായി മാറുന്നു. ഹുതാം എന്ന് പറഞ്ഞാൽ ഹതമ യഹ്തിമു ഹതമ. ഹതമ എന്ന് പറഞ്ഞാൽ നുരുമ്പിക്കുക. ഹുതാം എന്ന് പറഞ്ഞാൽ സാധാരണ നിലക്ക് നെല്ല് കൊയ്തെടുത്താൽ, ഗോതമ്പും നെല്ലും കൊയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കാണുന്ന ഉണങ്ങിയ ഭാഗം അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പൊടിയായി നുരുമ്പിച്ച് പാടത്ത് ചിതറിപ്പോകും. ഒരു വെയിലൊക്കെ വന്നാൽ ചിതറിപ്പോകും. ആ അവസ്ഥക്കാണ് ഹുതാം എന്ന് പറയുന്നത്. കൊയ്തെടുത്തതിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ ഉണങ്ങി നുരുമ്പിക്കുന്ന അവസ്ഥക്കാണ് ഹുതാം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വൈക്കോല്, നമ്മൾ കൊയ്തെടുത്ത നെല്ല്, അതിൽ നിന്ന് ധാന്യമണികൾ എടുത്തു കഴിഞ്ഞാൽ ഈ വൈക്കോല് നുരുമ്പിച്ച് മാറും. അതിനും ഹുതാം എന്ന് പറയും. സുമ്മ യകൂനു ഹുതാമ വഫിൽ ആഖിറതി അദാബുൻ ശദീദ്, പരലോകത്ത് കഠിനമായ ശിക്ഷയാണ്. വഫിൽ ആഖിറതി
അദാബുൻ ഷദീദ്, പരലോകത്ത് കഠിനമായ ശിക്ഷയുണ്ട്. വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവുമുണ്ട്. റിദ്വാൻ, സംതൃപ്തിയുമുണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തിയുമുണ്ട്. വമൽ ഹയാത്തുദ് ദുനിയ, ഈ ഐഹിക ജീവിതമല്ല, ഇല്ല മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ വിഭവം മാത്രമാകുന്നു. ഗുറൂർ എന്ന് പറഞ്ഞാൽ വഞ്ചനയുടേത്. ഗറ യഗുറു ഗറൻ, വഞ്ചിക്കുക. ഗുറൂർ എന്ന് പറഞ്ഞാൽ വഞ്ചനാത്മകമായ. അപ്പോൾ വഞ്ചനയുടെ വിഭവം മാത്രമാണ് ഐഹിക ജീവിതം. അതിൻ്റെ ഉപമയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, കമസലി ഗൈസിൻ, ഒരു മഴ പോലെ. അഅജബൽ കുഫാറ നബാതുഹു, ആ മഴയിലൂടെ ഉണ്ടായ ചെടികൾ കർഷകനെ അത്ഭുതപ്പെടുത്തി. നല്ല, എവിടെ നോക്കിയാലും നല്ല പച്ചപ്പ്, നല്ല യൗവനം, തുടുതുടുത്ത് നിൽക്കുന്ന അവസ്ഥ, കണ്ണിന് കുളിർമ നൽകുന്ന, മനസ്സിന് സന്തോഷം നൽകുന്ന മനോഹരമായ ഒരവസ്ഥ മനുഷ്യനുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും പിന്നീട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മെല്ലെ മെല്ലെ വാർദ്ധക്യത്തിലേക്ക് പോകുന്നു. അവൻ്റെ ബാല്യവും അവൻ്റെ യുവത്വവും അവൻ്റെ കൗമാരം, അവൻ്റെ യുവത്വം എല്ലാം കഴിഞ്ഞ് പിന്നെ മനുഷ്യൻ പ്രായത്തിൽ നിന്ന് തിരിച്ച് പിറകോട്ട് നടക്കുകയാണ്. ചെറിയ പ്രായത്തിലേക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ജനിച്ച അവസ്ഥയിലേക്ക് തന്നെ അവനെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോകുന്നു, ദുർബലനായി. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ദഅഫിൻ ഖുവ്വ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വതിൻ ദഅഫൻ വശൈബ യഖ്ലുഖു മാ യശാ. അങ്ങനെ വാർദ്ധക്യത്തിലേക്ക് പോകുന്നു. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്, സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ, ശരീരത്തിലേക്ക് നോക്കിയാൽ തന്നെ വാർദ്ധക്യത്തിൻ്റെ അടയാളങ്ങളൊക്കെ കണ്ടു. സുമ്മ യകൂനു ഹുതാമ, പിന്നീട് മരിച്ച് മണ്ണായി മണ്ണോട് ചേർന്നു പോകും. മനുഷ്യ, നീ ഇത് കാണുന്നില്ല? നീ എന്തൊക്കെ സുഖിച്ചാലും, എന്തൊക്കെ പൊങ്ങച്ചം പറഞ്ഞാലും, എത്ര വലിയ അഹങ്കാരിയായാലും ദൈവനിഷേധിയായാലും ഇതാണ് നിൻ്റെ അവസ്ഥ. അതിൻ്റെ കാഴ്ചകൾ നിനക്ക് ഭൂമിയിലും കാണാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഫിൽ ആഖിറതി അദാബുൻ ഷദീദ്, പരലോകത്ത് ഒന്നെങ്കിൽ കഠിനമായ ശിക്ഷയാകുന്ന നരകമാണുള്ളത്, അല്ലെങ്കിൽ വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും വറിദ്വാൻ, അള്ളാഹുവിൻ്റെ പ്രീതിയും. അതെന്താണ്? അൽ ജന്ന, സ്വർഗമാണ്. റിദ്വാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുക എന്നത്. അപ്പോൾ ഇത് രണ്ടുമാണുള്ളത്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഐഹിക ജീവിതം ഒരു വഞ്ചനയുടെ വിഭവം മാത്രമാകുന്നു. ഇഅ്ലമൂ, അത് അറിഞ്ഞു പഠിച്ചോളി എന്നാണ്, മനസ്സിലാക്കിക്കോളി. നിങ്ങൾക്ക് ഒരുപക്ഷേ പ്രഥമ ദൃഷ്ടിയാ നിങ്ങൾക്കത് ബോധ്യപ്പെടില്ല, അല്ലെങ്കിൽ പിശാച് നിങ്ങളെ മറപ്പിച്ച് കളയും. എന്നാൽ അള്ളാഹു പറയുന്നു, കൃത്യമായി പഠിച്ചു വെച്ചോ. ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹു വസീനത്തുൻ, ഈ വേർഡ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. വസീനത്തുൻ, അലങ്കാരങ്ങളാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സ്വത്തും സമ്പത്തും ഐഹിക ജീവിതത്തിൻ്റെ സീനത്താണ്, അലങ്കാരമാണ്. കുറേ ഭംഗിപ്രകടനം, കുറേ കളിക്കുക, കുറേ ചിരിക്കുക, കുറേ വിനോദം. അധികം ആളുകളും അവരുടെ ആയുസ്, അവരുടെ സമയത്തെ ഇതിലാണ് കളയുന്നത്. അതേപോലെ തന്നെ തഫാഖുറും ബൈനക്കും, പരസ്പരം പെരുമ നടിക്കുക. കുടുംബത്തിൻ്റെ പേര്, ഞാൻ വലിയ തറവാട്ടുകാരനാണ്, എനിക്ക് നല്ല ജോലിയുണ്ട്, ഇങ്ങനെ മറ്റൊരാളേക്കാൾ ഫഖർ നടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുക. തറവാടിൻ്റെ പേരിൽ, ഗോത്രത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിലൊക്കെ പരസ്പരം പെരുമ നടിക്കുക, പൊങ്ങച്ചം പറയുക. അതാണ് തഫാഖുർ. അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്ങച്ചം പറയുക. എന്ത് കാര്യമാണുള്ളത്? ഒരു കാര്യവുമില്ല. അതേപോലെ തന്നെ വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, കുട്ടികളുടെ കാര്യത്തിൽ എനിക്കൊരുപാട് മക്കളുണ്ട്, ഇത്ര പേരക്കുട്ടികളുണ്ട്, ഞങ്ങൾ ശക്തമായ ഗോത്രമാണ്. അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് പറമ്പുണ്ട്, ഒരുപാട് സ്വത്തുണ്ട്, ഇത്ര തേങ്ങ കിട്ടും, ഇത്ര ആനയുണ്ട്, ഇത്ര കോഴിയുണ്ട്, ഇത്ര ആടുകളുണ്ട്. അങ്ങനെയായിരുന്നു. ഇന്ന് അതിന് പകരം ഒരുപാട്, ബാങ്കിൽ ഇത്ര, അക്കൗണ്ടിൽ ഇത്ര പണമുണ്ട്, ഇത്ര ബിസിനസ്സുകളുണ്ട്, ഇത്ര സ്ഥാപനങ്ങളുണ്ട്, അവിടെ ഒരു ബ്രാഞ്ചുണ്ട്, ഇവിടെ ഒരു ബ്രാഞ്ചുണ്ട്. തകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, ഇതൊക്കെയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വൽ ആസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യനുമായി ബന്ധപ്പെട്ടതൊക്കെ നഷ്ടത്തിൽ തന്നെയാണ്. എല്ലാ ബിസിനസ്സും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും ഉപദേശിക്കുകയും ചെയ്യുന്ന ജീവിതമൊഴികെ അതല്ലാത്ത ജീവിതമൊക്കെ എത്ര വലുതാണെങ്കിലും നഷ്ടത്തിലാണ്.
നഷ്ടം സംഭവിക്കാത്ത കച്ചവടം ഒന്നു മാത്രം. യർജൂന തിജാറതൻ ലാ തബൂർ, ഒരിക്കലും നഷ്ടപ്പെടാത്ത കച്ചവടം എന്ന് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കൽ, കൃത്യമായി നമസ്കാരം നിലനിർത്തൽ, സത്യവിശ്വാസം, സൽക്കർമ്മം, അവിടെയാണ് വിജയം. ഇല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതൊരു ഗൈസ് പോലെയാണ്. നിങ്ങളുടെ ഈ ലൈഫിൽ കാണുന്ന തിളക്കം, ഈ സാമ്പത്തിക അഭിവൃദ്ധി, ഇതൊക്കെ ഒരു മഴ പോലെ, ആ മഴയിൽ നിന്നുണ്ടായ ചെടി പോലെ സ്വാഭാവികമായും അതിന് മഞ്ഞ നിറമായേ മതിയാകൂ. എന്തെല്ലാം മരുന്നിട്ടാലും എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, പച്ചക്ക് മഞ്ഞയായേ മതിയാകൂ. മഞ്ഞ ഉണങ്ങി നുരുമ്പിച്ചേ മതിയാകൂ. മനുഷ്യ, നീ എന്തൊക്കെ പറഞ്ഞാലും നീ വാർദ്ധക്യത്തിലേക്ക് പോകും. സ്വതന്ത്ര ചിന്ത എന്നാണ് എൻ്റെ കാര്യം ഞാൻ തീരുമാനിക്കും. ശരീരത്തിൽ വളരുന്ന രോമം വെളുക്കാതിരിക്കാൻ തടയാൻ പറ്റാത്തവനാണ് പറയുന്നത് ഞാൻ സ്വതന്ത്രനാണെന്ന്. തൻ്റെ വായിൽ നിന്ന് പല്ല് കൊഴിഞ്ഞു പോകുന്നത് തടയാൻ പറ്റുന്നില്ല, തൊലി ചുളിഞ്ഞു പോകുന്നത് തടയാൻ പറ്റുന്നില്ല. എന്തിനേറെ നമ്മൾ വളരെ നിസ്സാരം എന്നതിന് സൂചന നൽകുന്നതാണല്ലോ മുടി. എനിക്കിത്രയേ ഉള്ളൂ എന്ന് പറയും, അത്രയും നിസ്സാരം. എന്നാൽ ആ നിസ്സാരമായ മുടി ഒന്ന് നരയ്ക്കാതെ നീ പിടിച്ചു വെക്ക്, അതിനു പോലും പറ്റൂല. സുമ്മ യകൂനു ഹുതാമ, പിന്നീട് മരണത്തിന് കീഴൊതുങ്ങിയേ മതിയാകൂ. അങ്ങനെ മരിച്ചു കഴിഞ്ഞാലോ ഈ 2 ഓപ്ഷനുണ്ട്. ബുദ്ധി യുക്തിയുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത്? ഇസ്ലാം പറയുന്നത് സത്യമല്ലെങ്കിൽ ആർക്കും ഒന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ മണ്ണായി പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല മുസ്ലിമീങ്ങൾക്ക്. പക്ഷേ ഇസ്ലാം പറയുന്നത് സത്യമാണെങ്കിലോ, സത്യമല്ലെങ്കിൽ ആർക്കും ഒന്നുമില്ല. എന്നാൽ മരണാനന്തരം ഒരു ജീവിതമുണ്ടെങ്കിൽ അതിനെ നിഷേധിച്ചവൻ പിന്നെ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഹേയ് മനുഷ്യരെ, വഫിൽ ആഖിറതി അദാബുൻ ഷദീദ്, കഠിനമായ ശിക്ഷ അവിടെ ഉണ്ട്. വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും സ്വർഗവുമുണ്ട്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമാണ്. ഈ മഹാസത്യം തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ച് സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളുമായി തീരാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ആ നിലക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദി വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.